അതിന് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. മില്ല് ലീസിനെടുക്കാൻ വേറെ 100 പേരുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കട്ടെ മേനോൻ ചേട്ടാ. തൊഴിൽ കുഴപ്പങ്ങൾ അവസാനിപ്പിച്ച് ഞാൻ ഈ മില്ല് ലാഭത്തിൽ നടത്തി കാണിച്ചു തരാം. അതിന് ഞങ്ങൾ ഇതിനോട് എഴുതി തരണോ? വേണ്ട. ഒരു നല്ല നിലയിലാകുന്നതുവരെ ഞാൻ പണമിറക്കുന്ന ഒരു പങ്കാളിയാവാം. ലാഭവിഹിതം മാത്രം തന്നാൽ മതി. അതിനുശേഷം മില്ല് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പൊക്കോളാം. വാടിയേ. എനിക്ക് സമ്മതമാണ്. ജയന്തി കുഞ്ഞ്, ഇതിന്റെ എല്ലാ വശങ്ങളും ആലോചിക്കാതെ വാക്ക് പറയരുത്. മേനോൻ ചേട്ടാ, ഞാനൊരു കൊച്ചുകുട്ടിയല്ല. ഈ കാര്യം എനിക്ക് വിട്ടേക്കൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. മേനോൻ ചേട്ടൻ പഴയ ആളാ. വല്ലതും പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഹീസ് എ വെരി വെരി സിൻസിയർ മാൻ. ജയന്തി തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി. പക്ഷെ ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? സ്നേഹം. എനിക്കും വിശക്കുന്നില്ലേ? നമുക്ക് വല്ലതും കഴിക്കാം. ജയന്തി അടുത്തിരുന്നപ്പോൾ ഞാൻ വിശപ്പ് മറന്നുപോയി. വരൂ. കമാൺ. ഇനി ഒരു പാർട്ടിയും നമ്മളെ പുറത്താണ്. അതിനൊറ്റ വഴിയുള്ളൂ നേതാവേ. നമുക്ക് നമ്മുടേതായ ഒരു പാർട്ടി ഉണ്ടാക്കി. ആരെങ്കിലും 10 ചക്രം തന്നെ മേടിച്ചു പോയ നോട്ടീസായി അവിശ്വാസ പ്രമേയമായി. നേതാവിന്റെ കൂടെ പ്രവർത്തിച്ച എത്ര പേര് ഇപ്പൊ മന്ത്രിമാരായ സ്റ്റേറ്റ് പോന്നു. നേതാവ് ഇപ്പോഴും തെക്കുവഴക്ക് നടക്കല്ലേ റോട്ടിൽ കൂടെ. കഴിഞ്ഞ 7 വർഷമായിട്ട് എനിക്ക് കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ. അവനല്ലേ NIT നടപ്പ് മുഴുവൻ നടത്തിച്ചത്. ഈ ഇവിടുന്ന് ഇങ്ങോട്ടൊരു കേറ്റാ കരിമല പോലെ കേന്ദ്രത്തിൽ തിന്നാവല്ലിക്കത്തുള്ളൂ. ഏതായാലും നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യണം. തൊഴിലാളി വർഗത്തെ ആശിക്കത്തക്ക ഒരു പേരായിരിക്കണം നമ്മുടെ പാർട്ടി. തീരദേശ ലേബർ പാർട്ടി എന്തായാലും. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും കൈത്തൊഴിലാളികളും അടിപൊളി ഇങ്ങോട്ട് പോയി. ശരിയാണ് ഏതാതെ. ജയന്തി മദ്യപിക്കാറുണ്ട്? വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് കൊടുക്കണമെന്ന് തോന്നി. താങ്ക് യു വെരി മച്ച് ജയന്തി. പക്ഷേ വെറും ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ള ഞാൻ എന്നെങ്കിലും ഒരിക്കൽ ജയന്തിയെ ചതിക്കില്ലെന്നെന്താണ് ഉറപ്പ്? നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. പുരുഷവർഗത്തെ ഒന്നുകൊണ്ടും ഉയർത്തുന്നവളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ ഇന്നെന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് സത്യത്തിൽ എന്റെ ജീവിതത്തിലേക്കാണ്. ജയന്തി, ഇന്ന് ഒരു പെണ്ണും എന്നെ അടിമപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. Cheers.